ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥനയോടെ ചേർന്നിരിക്കാം. മാറാനാത്ത ധ്യാന കേന്ദ്രത്തിൻ്റെ ഈ യൂട്യൂബ് ചാനലിലൂടെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഈ ആലയത്തിലായിരിക്കുന്ന ദൈവമക്കൾക്കെല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാ നല്ല പ്രവൃത്തികൾക്കും ദൈവം ധാരാളമായ അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ റോമാലേഖനത്തിൽ നിന്നാണ് വീണ്ടും ധ്യാനിക്കുന്നത്. അതിൻ്റെ 9-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. 9-ാം അധ്യായം മൊത്തം നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു ശക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അധികാരത്തെക്കുറിച്ചാണ് കൂടുതലും പ്രതിപാദിക്കുന്നത്. ദൈവത്തിന് ഇഷ്ടമുള്ളവരോട് ഇഷ്ടമുള്ളത് ചെയ്യുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല എന്ന ആ ഒരു രീതിയിലാണ് പൗലോസ്ലീഹ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ പൗലോസിൻ്റെ ഉറ്റ വംശമുറയനുസരിച്ച് ഉറ്റ ബന്ധത്തിൽപ്പെട്ടവരൊക്കെയും ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള സങ്കടം, ഹൃദയവേദന ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത് ആരംഭിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽക്കാരാണ് ഏറ്റവും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെട്ടവരല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നിയമത്തിൻ്റെ ഉടമ്പടിയിലൂടെ വാഗ്ദാനത്തിൻ്റെ സന്തതികളായി തീർന്നത്. അപ്പോൾ അവരെന്തുകൊണ്ട് അങ്ങനെ വാഗ്ദാന സന്തതികളായി തീർന്നുവെങ്കിലും അവരെന്തുകൊണ്ട് മാറിപ്പോകുന്നു എന്നുള്ള ഒരു ചിന്തയാണ് പൗലോസ് അപ്പോസ്തലൻ വെക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് അല്പസമയം ചിന്തിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷ അനേകർക്ക് അനുഗ്രഹപ്രദമായി തീരുവാൻ, ഭാരത്തിലും പ്രയാസത്തിലും വേദനയിലും ദുഃഖത്തിലും പ്രത്യേകിച്ച് ആക്ഷേപത്തിലും അവഗണനയൊക്കെ ഇരിക്കുന്നവർക്ക് ഇത് ഒരു ശക്തിയായ ശുശ്രൂഷയായി മാറുവാൻ തക്കവണ്ണം നിൻ്റെ കൃപ ധാരാളമായി വർഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, റോമാലേഖനം 9-ാം അധ്യായം 10-12 വാക്യങ്ങളിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു. നമ്മുടെ പൂർവ്വപിതാവായ ഇസഹാക്ക് എന്ന ഒരേ ആളിൽ നിന്ന് റെബേക്കായും കുട്ടികളെ ഗർഭം ധരിച്ചു. എന്നാൽ അവർ ജനിക്കുകയോ നന്മയോ തിന്മയോ ആയി എന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവൾക്ക് ഇപ്രകാരം അറിയിപ്പുണ്ടായി: ജ്യേഷ്ഠൻ അനുജൻ്റെ സേവകനായിരിക്കും. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ലക്ഷ്യം പ്രവർത്തികൾ മൂലമല്ല, അവിടുത്തെ വിളി മൂലം തുടർന്നു പോകേണ്ടതിനാണ് ഇത് സംഭവിച്ചത്. ഇന്ന് ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട് പ്രസംഗിക്കുന്നതും ഒത്തിരി ആക്ഷേപത്തോടു കൂടി കാണപ്പെടുന്ന ഒരു കാര്യമാണ് ഈ പൂർവ്വപിതാവായ യാക്കോബ് വഞ്ചകനാണ്, യാക്കോബ് ഉപായിയാണ്, യാക്കോബ് യേശാവിനെ പറ്റിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവന് കഷ്ടതകളുണ്ടായതെന്നൊക്കെ പറയുന്നു. അപ്പോൾ ആ ഭാഗത്തെക്കുറിച്ച് ഇവിടെ നിന്ന് നമുക്ക് ചിന്തിക്കാമെന്ന് ഞാനിങ്ങനെ അല്പസമയം ധ്യാനിക്കാമെന്ന് വിചാരിക്കുകയാണ്. എബ്രായർ ലേഖനം, പൗലോസ്ലീഹ എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മളവിടെ എങ്ങനെയാണ് കാണുന്നത്? എബ്രായർ ലേഖനം 12:16. ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി തൻ്റെ കടിഞ്ഞൂൽപുത്ര സ്ഥാനം വിറ്റ ഏശാവിനെ പോലെ ആരും അസന്മാർഗിയോ അധാർമികനോ ആകരുത്. പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. കണ്ണീരോടെ അവൻ അത് ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അവന് അവസരം ലഭിച്ചില്ല. പൗലോസ്ലീഹ ഒരിക്കലും പൂർവ്വപിതാവായ യാക്കോബിനെ കുറ്റം പറയുന്നില്ല, എന്നാൽ ഏശാവിനെ കുറ്റം പറയുന്നുണ്ട്. ഏശാവിനെ പോലെ ആകരുതെന്നാണ് പറയുന്നത്. എന്താണ്? ഒരു ഊണിനു വേണ്ടി, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി തൻ്റെ കടിഞ്ഞൂൽപുത്ര സ്ഥാനം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ ആരും അസന്മാർഗിയോ അധാർമികനോ ആകരുത്.
പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. കണ്ണീരോടെ അവൻ അത് ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അവന് അവസരം ലഭിച്ചില്ല. പൗലോസ്ലീഹ ഒരുപക്ഷെ ഇതിവിടെ എങ്ങനെ സംസാരിക്കുന്നത്, നമ്മളുടെ ക്രൈസ്തവ ജീവിതത്തിൽ നമ്മുടെ നിത്യജീവൻ എന്ന് പറയുന്ന ദൈവപുത്രൻ്റെ സ്ഥാനം, ദൈവമക്കളുടെ സ്ഥാനം ഈ ലോകത്തിൻ്റെ സുഖഭോഗങ്ങൾക്കും ഈ ലോകത്തിൻ്റെ ഭക്ഷണപാനീയങ്ങൾക്കൊക്കെ പുറകെ നടന്ന് നശിപ്പിച്ച് കളയാതിരിക്കാൻ ഓർപ്പിക്കുന്നതായിരിക്കാം. എന്നാൽ അതിൻ്റെ ആ ഭാഗത്തിൻ്റെയൊക്കെ ഉൽപ്പത്തി പുസ്തകത്തിലെ പശ്ചാത്തലം നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പശ്ചാത്തലത്തിലാണല്ലോ റോമാലേഖനം പൗലോസ്ലീഹ എഴുതുന്നത്. നന്മയോ തിന്മയോ, അവർ ജനിക്കുകയോ നന്മയോ തിന്മയോ ആയി എന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവൾക്ക് ഇപ്രകാരം അറിയിപ്പുണ്ടായി. ഏസാവിൻ്റെയും യാക്കോബിൻ്റെയും അമ്മയായ റെബേക്കാക്ക് ഇപ്രകാരം അറിയിപ്പുണ്ടായി. റെബേക്ക ആകട്ടെ ഒരു വിശുദ്ധ സ്ത്രീയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ. അബ്രാഹാമിൻ്റെ ദാസനായ ഏലിയാസാർ വിവാഹാലോചനയുമായിട്ട് മകന് വേണ്ടി അബ്രാഹാമിൻ്റെ ചാർച്ചക്കാരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഏലിയാസാർ ഇങ്ങനെയൊരു മനസ്സിലൊരു ചിന്ത വച്ചു, ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, എൻ്റെ യജമാനൻ്റെ മകന് വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പെൺകുട്ടി ആരാണെന്ന് എനിക്കറിയില്ല. എന്നാൽ ഞാൻ ഈ കിണറ്റിൻകര നിൽക്കുകയാണ്. ഇവിടെ വെള്ളം കോരാൻ വരുന്ന കുട്ടികളിൽ ഞാൻ കുടിക്കാൻ വെള്ളം ചോദിക്കും. വെള്ളം ചോദിക്കുമ്പോൾ എനിക്ക് വെള്ളം തരിക മാത്രമല്ല, അങ്ങയുടെ ഒട്ടകത്തിനും കൂടി കുടിക്കാൻ തരുകും എന്ന് പറയുന്ന അല്ലെങ്കിൽ തരുന്ന ഒരു കുട്ടിയായിരിക്കും എൻ്റെ യജമാനൻ്റെ മകൻ്റെ ഭാര്യ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുകയും, സുന്ദരിയായി അങ്ങ് അകലെ നിന്ന് നടന്നു വരുന്ന റെബേക്കായെ കണ്ടപ്പോൾ ഏലിയാസാർ ഇങ്ങനെ കുടിക്കാൻ, അവൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടിരുന്നപ്പോൾ കുടിക്കാൻ വെള്ളം ചോദിക്കുകയും അവൾ വെള്ളം കോരി കൊടുക്കുകയും താഴ്ന്ന് കുടം തലയിൽ നിന്ന് ഇറക്കി വെച്ച് താഴ്ന്ന് അവളുടെ ഏലിയാസാറിൻ്റെ കൈക്കുമ്പിളിൽ വെള്ളം കൊടുക്കുകയും ഒപ്പം തന്നെ അവൾ ഓടിച്ചെന്ന് വീണ്ടും വെള്ളം കോരി തൊട്ടിയിൽ നിറച്ച് ഒട്ടകത്തിനും കൊടുത്തുകൊള്ളുക എന്ന് പറയുകയും, അങ്ങനെ അവൾ ആരാണെന്ന് ചോദിക്കുകയും ഇന്നടുത്ത ആളാണെന്ന് പറയുകയും, ആ രാത്രി ഏലിയാസാർ അബ്രാഹത്തിൻ്റെ ഭൃത്യൻ അവിടെ തങ്ങുകയും അവിടെ ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തു. അവിടെ അവരുടെ വീട്ടിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഒട്ടകത്തിന് കൊടുക്കാൻ കച്ചിയുണ്ട്, താമസിക്കാൻ മുറികളൊക്കെ ഉണ്ട്, നമുക്കറിയാം. അങ്ങനെ അവിടെ ചെന്ന് ലാബാൻ, റെബേക്കയുടെ ആങ്ങള ലാബാൻ ഏലിയാസാറിനെ അകത്ത് വരിക എന്ന് പറഞ്ഞ് വിളിക്കുന്നതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ യജമാനൻ്റെ മകനായ ഇസഹാക്കിനെ വേളി കഴിക്കാൻ, കല്യാണം കഴിക്കാൻ ആണ് വന്നത്, അഭിപ്രായം ചോദിക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് പെണ്ണിനോട് കൂടി ചോദിക്കാം, അല്ലെങ്കിൽ ഇന്ന് തന്നെ എൻ്റെ കൂടെ വരണം എന്ന് പറയുമ്പോൾ അവരുടെ അമ്മയും ആങ്ങളെയൊക്കെ പറയുന്നു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോകാം എന്ന് പറയുമ്പോൾ, അല്ല പോരാ, എൻ്റെ യജമാനൻ്റെ അടുത്ത് എനിക്കിപ്പോൾ തന്നെ പോകണം എന്ന് പറയുമ്പോൾ, പെണ്ണിനെയും കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ പെണ്ണിനോട് ചോദിക്കട്ടെ എന്ന് പറയുമ്പോൾ അവളോട് ചോദിച്ചപ്പോൾ അവൾ ഇപ്പം തന്നെ പോകാമെന്ന് പറഞ്ഞു. നീ നിൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരുമെന്ന വചനം അത് അപ്പടി അനുസരിച്ചവളാണവൾ. തന്നെയുമല്ല, നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ 25-ാമത്തെ അധ്യായം 21 മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഇസാക്ക് തൻ്റെ വന്ധ്യയായ ഭാര്യയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവ് അവൻ്റെ പ്രാർത്ഥന കേൾക്കുകയും റെബേക്ക ഗർഭിണിയാവുകയും ചെയ്തു. അവളുടെ ഉദരത്തിൽ കിടന്ന് കുഞ്ഞുങ്ങൾ മല്ലിട്ടപ്പോൾ അവൾ കർത്താവിനോട് ചോദിച്ചു, എങ്ങനെയെങ്കിൽ എനിക്കെന്ത് സംഭവിക്കും? കർത്താവിൻ്റെ തിരുമനസ്സറിയാൻ പ്രാർത്ഥിച്ചു. കർത്താവ് അവളോട് അരുളി ചെയ്തു, 2 വംശങ്ങളാണ് നിൻ്റെ ഉദരത്തിലുള്ളത്.
നിന്നിൽ നിന്ന് പിറക്കുന്നവർ രണ്ട് ജനതകളായി പിരിയും, ഒന്ന് മറ്റേതിനേക്കാൾ ശക്തമായിരിക്കും, മൂത്തവൻ ഇളയവന് ദാസ്യവൃത്തി ചെയ്യും. ഹല്ലേലൂയ. കർത്താവേ, പ്രിയമുള്ളവരെ, ഈ വചനം മനസ്സിലാക്കാതെയാണ്, ഈ വചനം വേണ്ടവണ്ണം ധ്യാനിക്കാതെയാണ് യാക്കോബിനെക്കുറിച്ച് ആളുകൾ പ്രസംഗിക്കുന്നതും യാക്കോബ് മോശക്കാരനാണെന്ന് പറയുന്നതും ഉബായിയാണെന്നൊക്കെ പറയുന്നതൊക്കെ. ഇവിടെ ഈ റെബേക്ക എന്ന് പറയുന്ന സ്ത്രീയുടെ ഒന്നാമത്തെ ഗുണം ഞാൻ ആദ്യം പറഞ്ഞു. നീ നിൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരുമെന്ന് പറയുന്ന ആ അനുഭവത്തിൽ അവൾ അപ്പോൾ തന്നെ അവളുടെ അപ്പനെയും അമ്മയെയും സഹോദരങ്ങളൊക്കെ വിട്ട് ഭർത്തൃ വീട്ടിലേക്ക് പോകാൻ അവൾ തീരുമാനിച്ചു. നല്ലൊരു സ്ത്രീയാണത്. രണ്ടാമത്തെ കാര്യം, അവൾ നല്ല പ്രാർത്ഥനയുള്ള സ്ത്രീയാണ്. അവൾ വന്ധ്യയായിരുന്നു, അവൾ പ്രസവിക്കില്ലായിരുന്നു. ഇസ്ഹാക്ക് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവൾ ഗർഭം ധരിച്ചു. ഗർഭിണിയായ സമയത്ത് അവൾക്ക് എന്ത് സംഭവിച്ചു? ഉദരത്തിൽ കിടന്ന് കുഞ്ഞുങ്ങൾ മല്ലിട്ടു. കുഞ്ഞുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഗുസ്തി പിടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. മല്ലിട്ടു എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്, തിക്കിക്കൂട്ടുന്നു എന്നൊക്കെ പറയാം. അത് ഗർഭം ധരിച്ചിരിക്കുന്ന പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കുഞ്ഞുള്ളെങ്കിലും രണ്ട് കുഞ്ഞുങ്ങളുള്ളെങ്കിലും കുട്ടികളുടെ വളർച്ചയനുസരിച്ച് കുട്ടികൾ ഗർഭപാത്രത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അനങ്ങുമ്പോൾ ഗർഭിണിയായ സ്ത്രീകൾക്ക് അത് ഭയങ്കര പ്രശ്നമാണ്, ഒത്തിരി വേദനയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ സ്ത്രീ ഇതിൻ്റെ കാരണം അന്വേഷിക്കുകയാണ്. കാരണം എന്താണ്? ദൈവഭക്തനായ ഒരാൾക്ക് സങ്കടങ്ങളോ ദുരിതങ്ങളോ ഒന്നും വരില്ല എന്നാണല്ലോ ധരിക്കുന്നത്. സങ്കടങ്ങളോ ദുരിതങ്ങളൊന്നും വരില്ല. തന്നെയുമല്ല, ഈ കുഞ്ഞ് പ്രാർത്ഥിച്ചുണ്ടായ കുഞ്ഞാണ്. ഈ കുഞ്ഞ് ഇപ്പോൾ അവളുടെ ഗർഭത്തിൽ രണ്ടെണ്ണാണോ ഒന്നാണോ എന്നൊന്നും അവൾക്കറിയില്ല. ഗർഭിണിയാണ്. സാധാരണ കണക്കിൽ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് അവളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊരു ദോഷം ഗർഭപാത്രത്തിന് ഉണ്ടാകാനോ അവളുടെ ജീവിതത്തിൽ ഉണ്ടാകാനോ സാധ്യമല്ല. കാരണം പ്രാർത്ഥിച്ചുണ്ടായ കുഞ്ഞുങ്ങളാണ്. എൻ്റെ അടുത്ത് മക്കളില്ലാത്ത ആളുകൾ പ്രാർത്ഥിക്കാനായിട്ട് വരും. അപ്പോൾ ചിലപ്പോൾ 3 വർഷമായവർ, ചിലപ്പോൾ 5 വർഷമായവർ, ചിലപ്പോൾ 10 വർഷമായവർ, 14 വർഷമായവർ, അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. 14 വർഷം 15 വർഷമൊക്കെ ആയ ആളുകൾക്ക് കുട്ടികളുണ്ടായതൊക്കെ, പ്രാർത്ഥിച്ച് കുട്ടികളുണ്ടായതൊക്കെ നമുക്കറിയാം. എന്നാൽ 10-35 വർഷമായിട്ട് നിരന്തരം പ്രാർത്ഥിച്ചിട്ടും കുഞ്ഞുങ്ങളില്ലാത്ത ആളുകളും എൻ്റെ സുഹൃത്തുക്കളായിട്ടുണ്ട്. അപ്പോൾ ചിലർ കുഞ്ഞുങ്ങളില്ലാതെ വരുമ്പോൾ ഭയങ്കര സങ്കടമാകും. അവരുടെ സങ്കടം ബന്ധക്കാരും സ്വന്തക്കാരും നാട്ടുകാരുമാണ് ഉണ്ടാക്കണമെന്നാണ് പറയുന്നത്. വിശേഷമൊന്നും ആയില്ലെന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് അവർ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ചോദിക്കും, ദത്തെടുക്കാൻ സാധിക്കുമെന്നൊക്കെ ചോദിക്കും. അനാഥ മന്ദിരത്തിലെ കുട്ടികളുണ്ടെന്നൊക്കെ ചോദിക്കും എന്നോട്. അപ്പം ഞാൻ അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഞാൻ പറയും, നിങ്ങൾ വെയിറ്റ് ചെയ്യും. നിങ്ങൾക്ക് പ്രാർത്ഥിച്ചൊരു കുഞ്ഞുണ്ടാകാൻ ദൈവം അനുവദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല കുഞ്ഞുങ്ങളായിരിക്കും, വിശുദ്ധമായ കുഞ്ഞുങ്ങളായിരിക്കും. പ്രാർത്ഥിച്ച് കുഞ്ഞുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഒരു സുഹൃത്തുണ്ട്. അവൻ ലോകപ്രകാരം ജീവിച്ചു നടന്ന കാലത്ത് അവന് 2 മക്കളുണ്ട്. അവനൊരു അപകടത്തിൽപ്പെട്ട് ഒരു മരത്തിൽ നിന്ന് വീണ് നട്ടലിന് കീഴ്പോട്ട് തളർന്നു, നടുവിന് കീഴ്പോട്ട് തളർന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റാതെ അവൻ ആംബുലൻസിൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുപോയി ധ്യാനത്തിനിരുത്തി, കുറേ സിസ്റ്റർമാരുടെ സഹായത്തോടു കൂടി. ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് നടന്നു, ആരോഗ്യം വെച്ചു. അത്ര കട്ടി ആരോഗ്യം വന്നില്ല എന്നുള്ളൂ. അതിനുശേഷം അവന് 2 കുഞ്ഞുങ്ങൾ കൂടി ഉണ്ടായി. ആ ധ്യാനം കൂടുന്നതിന് മുമ്പുണ്ടായ കുഞ്ഞുങ്ങളെക്കാൾ ധ്യാനം കൂടിയതിന് ശേഷമുള്ള കുഞ്ഞുങ്ങൾക്ക് കണ്ടാലറിയാം ഒരു ഗ്രേസ്, ഒരു കൃപയുണ്ടെന്ന് തോന്നും നമുക്ക്. അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രാർത്ഥിച്ച് മക്കൾ ദൈവത്തിൻ്റെ ദാനവും ഉദരഫലം അവിടുത്തെ സമ്മാനവുമാണെന്നുള്ള തിരിച്ചറിവോടുകൂടി പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങളുണ്ടാകുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം.
കുഞ്ഞുങ്ങൾ കല്യാണം കഴിച്ച് 1 വർഷമായി പേടിക്കുക, 2 വർഷമായി പേടി തോന്നുക, ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലേ, നാട്ടിലൊക്കെ സംസാരമായി, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകേണ്ട, ദൈവം ഇവിടെ അനുവദിച്ചാൽ തരും. ഈ ഇസഹാക്കിൻ്റെ ഭാര്യ റെബേക്ക വന്ധ്യയായിരുന്നു. ഇസഹാക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവ് അവൻ്റെ പ്രാർത്ഥന കേൾക്കുകയും റെബേക്ക ഗർഭിണിയാവുകയും ചെയ്തു. അവളുടെ ഉദരത്തിൽ കിടന്ന് കുഞ്ഞുങ്ങൾ മല്ലിട്ടപ്പോൾ അവൾ കർത്താവിനോട് ചോദിച്ചു, ഇങ്ങനെയെങ്കിൽ എനിക്കെന്ത് സംഭവിക്കും? ഇങ്ങനെയെങ്കിൽ എനിക്കെന്ത് സംഭവിക്കും? അവൾ കർത്താവിൻ്റെ തിരുമനസ്സറിയാൻ പ്രാർത്ഥിച്ചു. നോർമലി ഒരു സർവ്വസാധാരണമായിട്ട് ഏതൊരു ഗർഭിണിയും കടന്നു പോകുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ ഈ ഉദരത്തിലെ പ്രശ്നം. ആ ഒരു നോർമൽ പ്രശ്നം പോലും റെബേക്ക ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. പക്ഷേ ഈ റെബേക്കയെക്കുറിച്ച് സുവിശേഷകരോ മറ്റു പലരുമൊക്കെ പറയുന്നത് കേട്ടിട്ടുള്ളത്, ആ അമ്മ ഭക്ഷം പിടിച്ചയാളാണ്. അമ്മയ്ക്ക് 2 മക്കളിൽ നിന്ന് പ്രത്യേക കരുതലുണ്ടായിരുന്നു, പ്രത്യേക സ്നേഹമുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രത്യേക സ്നേഹമുള്ളവനെ വേഷം കെട്ടിച്ച് അനുഗ്രഹം മേടിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഇക്കാലത്തെ അമ്മമാരൊക്കെ അങ്ങനെ ഉണ്ടായിരിക്കാം. പക്ഷേ ഇക്കാലത്തെ അമ്മമാരെക്കുറിച്ചൊക്കെ ഉപമിച്ചുകൊണ്ട് പൂർവ്വപിതാക്കന്മാരുടെ ഭാര്യമാരെ, സ്ത്രീകളെ വിളിക്കാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായി നമ്മൾ ഓർത്തിരുന്നോളൂ. എല്ലാ അമ്മമാരും അമ്മമാരല്ല. മർത്തസ്മുനി 7 മക്കളെന്ന് പറയുന്ന മക്കബായരുടെ പുസ്തകത്തിലൊരു അമ്മയുണ്ട്. രാജാവ് കൽപ്പിക്കുന്ന വിഗ്രഹാർപ്പിത ഭക്ഷണം കഴിക്കില്ല, മാംസം കഴിക്കില്ല എന്ന് പറഞ്ഞിട്ടൊരു അമ്മയുടെ മുമ്പിൽ വെച്ച് 7 മക്കളെയും കൊന്നുകളഞ്ഞപ്പോൾ 7 മക്കളോട് അമ്മ പറഞ്ഞ ഒരേ വാക്കാണ്, ഞാൻ നിങ്ങളെ പ്രസവിച്ചു എന്നേ ഉള്ളൂ, എൻ്റെ ഉദരത്തിൽ ഉരുവായതെങ്ങനെയെന്ന് എനിക്കറിയില്ല, ദൈവമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, ദൈവത്തിൻ്റെ വാക്ക് മാത്രമേ കേൾക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് പൂർവ്വകാലത്തെ അമ്മമാരെ വെച്ചിട്ട് അല്ലെങ്കിൽ ഈ കാലത്തെ അമ്മമാരെ വെച്ചിട്ട് ബൈബിളിലെ അമ്മമാരെ താരതമ്യം ചെയ്യരുതൊരിക്കലും, അത് ദോഷം ചെയ്യും. പ്രിയമുള്ളവരെ, ഇവിടെ റെബേക്ക ദൈവത്തിൻ്റെ തിരുമനസ്സറിയാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം അവളോട് സംസാരിക്കുകയാണ്. എന്താ സംസാരിക്കുന്നത്? നിൻ്റെ ഉദരത്തിൽ ഉള്ളത് 2 വംശങ്ങളാണ്. നിൻ്റെ ഉദരത്തിലുള്ളത് നിന്നിൽ നിന്ന് പിറക്കുന്നവർ 2 ജനതകളായി പിരിയും. 2 ജനതകളാണ്. ഈ വാക്ക് പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം 9-ാം അധ്യായത്തിൽ പറയുന്നത് എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ, ഇസ്രായേൽ വംശജരെല്ലാം ഇസ്രായേലരല്ല എന്ന് ഓർപ്പിക്കാനാണ്. ഇസ്രായേൽ വംശജരെല്ലാം ഇസ്രായേലരല്ല. ഇസഹാക്കാണ് വാഗ്ദത്ത സന്തതി. ഇസഹാക്കിലൂടെ ജനിക്കുന്നവർ മാത്രമേ അപ്പോൾ ദൈവത്തിൻ്റെ അധികാരം ചോദ്യം ചെയ്യപ്പെടാത്ത വണ്ണമുള്ള അധികാരം ദൈവത്തിനുണ്ട് എന്ന് അവിടെ പ്രതിപാദിക്കാൻ വേണ്ടിയാണ്, അവിടെ സമർത്ഥിക്കാൻ വേണ്ടിയാണ് പൗലോസ് അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ സംസാരിച്ചു കഴിഞ്ഞു. 2 ജനതയാണ്, 2 വംശമാണ്. അതിൽ ഇളയവൻ ആയിരിക്കും വലിയവൻ, ഇളയവൻ്റെ ദാസനായിരിക്കും മൂത്തവൻ. അവൾക്ക് മാസം തികഞ്ഞപ്പോൾ അവളുടെ ഉദരത്തിൽ 2 ശിശുക്കൾ. ആദ്യം പുറത്തു വന്നവൻ ചമന്നിരുന്നു. അവൻ്റെ ദേഹം മുഴുവൻ രോമക്കുപ്പായം ഇട്ടതുപോലെയായിരുന്നു. അവർ അവന് ഏസാവ് എന്ന് പേരിട്ടു. അതിനുശേഷം അവൻ്റെ സഹോദരൻ പുറത്തു വന്നു. ഏസാവിൻ്റെ കുതികാലിൽ അവൻ പിടിച്ചിരുന്നു. അവനെ യാക്കോബ് എന്ന് വിളിച്ചു. ഇസ്ഹാക്കിന് 60 വയസ്സായപ്പോഴാണ് അവരെ പ്രസവിച്ചത്. കുട്ടികൾ വളർന്നു. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. കുട്ടികൾ വളർന്നു വന്നു. ഏസാവ് നായാട്ടിൽ സമർത്ഥനും കൃഷിക്കാരനുമായി. യാക്കോബ് ശാന്തനായിരുന്നു, അവൻ കൂടാരങ്ങളിൽ പാർത്തു. പ്രിയമുള്ളവരെ, യാക്കോബ് ശാന്തനായിരുന്നു, അവൻ കൂടാരങ്ങളിൽ പാർത്തു. യാക്കോബ് വില്ലാളി വീരനൊന്നും ആയിരുന്നില്ല, യാക്കോബ് ശാന്തനായിരുന്നു. ഹല്ലേലൂയാം, ഹല്ലേലൂയാം. ഇനി എന്തുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ ഏസാവിനെ കുറ്റപ്പെടുത്തുന്നതെന്ന് താഴെയുള്ള വചനങ്ങൾ നമുക്ക് വായിക്കാം.
അതിൻ്റെ 30 മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 25-ന്റെ 28-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, വേട്ടയാടിക്കൊണ്ടുവന്നിരുന്ന മാംസം തിന്നാൻ കിട്ടിയിരുന്നതിനാൽ ഇസഹാക്ക് ഏസാവിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. റബേക്കാക്ക് യാക്കോബിനോടായിരുന്നു കൂടുതൽ സ്നേഹം. അപ്പോൾ ഒരു വീട്ടിലെ അപ്പനും അമ്മയും 2 പേരെയും 2 രീതിയിൽ സ്നേഹിക്കുന്നു. യാക്കോബിനോടാണ് അമ്മയ്ക്ക് സ്നേഹം. യാക്കോബിനോട് അമ്മയ്ക്ക് പ്രത്യേക സ്നേഹം കാണാൻ കഴിയുമല്ലോ. കാരണം എന്താണ്? അവൾക്ക് സന്ദേശം കിട്ടിയിട്ടുണ്ട്, അവൾക്ക് ദൈവം അരുളപ്പാട് കൊടുത്തിട്ടുണ്ട്. ഇവൻ വലിയവനാണ്, മൂത്തവൻ ഇളയവൻ്റെ ദാസനായിരിക്കും, ദാസ്യവൃത്തി ചെയ്യും. മറ്റവൻ ആട്ടിടയനും വേട്ടക്കാരനും നായാട്ടുകാരനും ഇറച്ചിയൊക്കെ കൊണ്ടുവന്ന് അപ്പന് കൊടുക്കുന്നതുകൊണ്ട് അപ്പൻ ആ രീതിയിൽ അവനെ സ്നേഹിച്ചിരുന്നു. 29-ാമത്തെ വാക്യം, ഒരിക്കൽ യാക്കോബ് പായസമുണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഏശാവ് വിശന്ന് തളർന്ന് വയലിൽ നിന്ന് വന്നു. അവൻ യാക്കോബിനോട് പറഞ്ഞു, ആ ചുവന്ന പായസം കുറച്ച് എനിക്ക് തരിക, ഞാൻ വളരെ ക്ഷീണിച്ചിരിക്കുന്നു. അതിനാൽ അവന് ഏദോം എന്ന് പേരുണ്ടായി. യാക്കോബ് പ്രതിവചിച്ചു, ആദ്യം നിൻ്റെ കടിഞ്ഞൂൽ അവകാശം എനിക്ക് വിട്ടു തരിക. ഏസാവ് പറഞ്ഞു, ഞാൻ വിശന്ന് ചാകാറായി, കടിഞ്ഞൂൽ അവകാശം കൊണ്ട് എനിക്കിനി എന്ത് പ്രയോജനം? ഇതാണ് വിറ്റ് കളഞ്ഞു എന്ന് പറയുന്നത്. വാങ്ങിയവനല്ല കുറ്റക്കാരൻ, വിറ്റവനാണ് കുറ്റക്കാരൻ. എന്താ കാരണം? വിറ്റവന് തൻ്റെ അവകാശത്തെക്കുറിച്ച് ബോധമില്ല. താൻ വിശന്ന് മരിക്കാറായി എന്നാണ് പറയുന്നത്. വിശന്ന് മരിച്ചാലും എൻ്റെ അവകാശം ഞാൻ നിനക്ക് തരില്ല എന്ന് പറയാനുള്ള ഉറപ്പും ചങ്കൂറ്റും അവനില്ല. കാരണം എന്താണ്? അവനല്ല തിരഞ്ഞെടുക്കപ്പെട്ടത്. തിരഞ്ഞെടുക്കപ്പെട്ടത് യാക്കോബാണ്. ഇവിടെയാണ് യാക്കോബ്. എന്നാൽ ഇസ്രായേലിൻ്റെ പാരമ്പര്യം മൂത്തവനാണ് അവകാശം. അവിടെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ ഇടപെടൽ. ഈ പ്രവൃത്തിയെ ആർക്കും ചോദ്യം ചെയ്യാൻ അവകാശമില്ല എന്നാണ് പൗലോസ് സമർത്ഥിക്കുന്നത്. ഈ പ്രവൃത്തിയെ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. കുശവന് താനുണ്ടാക്കുന്ന കളിമണ്ണ് കൊണ്ട് ഏത് രീതിയിലും പാത്രമുണ്ടാക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ യാക്കോബിനെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നതുകൊണ്ട് പ്രിയമുള്ളവരെ, അവിടെ ഇസഹാക്ക് തൻ്റെ കടിഞ്ഞൂൽ അവകാശം വിറ്റുകളയാണ്. ഇസഹാക്കാണ് തിരഞ്ഞെടുക്കപ്പെട്ടതെങ്കിൽ ഇസഹാക്ക് ആ അവകാശം വിറ്റുകളയാൻ പാടില്ലായിരുന്നു. എന്നാൽ ഇസഹാക്ക് ആ അവകാശം വിറ്റുകളഞ്ഞു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ യൂദാസ് ഒറ്റിക്കൊടുക്കണമെന്നുള്ളത് പ്രവചനമാണ്. പക്ഷേ യൂദാസ് അത് ചെയ്തപ്പോൾ സമൂഹത്തിൽ അവൻ കുറ്റക്കാരനായി. എന്ന് പറഞ്ഞ പോലെ യാക്കോബ് ഈ കടിഞ്ഞൂൽ അവകാശം പിന്നീട് വാങ്ങേണ്ടതാണ് എന്ന് ദൈവത്തിൻ്റെ പ്രവചനമുള്ളപ്പോൾ, ദൈവത്തിൻ്റെ അരുളപ്പാടുള്ളപ്പോൾ ആ കൈമാറ്റം നടക്കുകയാണ് ഇവിടെ. അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെ കൈമാറ്റം നടക്കുകയാണ്. ആ കൈമാറ്റമാണ് യാക്കോബ് ചോദിക്കുന്നത്. കടിഞ്ഞൂൽ അവകാശം എന്താ? പായസം തരാം. കടിഞ്ഞൂൽ അവകാശത്തെക്കുറിച്ച് വലിയ അറിവോ ബോധമൊന്നുമില്ലാത്ത, എന്നാൽ വിശപ്പിനെക്കുറിച്ചും ശരീരത്തെക്കുറിച്ചൊക്കെ വലിയ അറിവുള്ള യേശാവ് പറഞ്ഞു, എനിക്കിതെന്തുകൊണ്ട് കാര്യം? പട്ടിണി കിടന്ന് മരിക്കുന്നതിനേക്കാൾ നല്ലത് ഈ ജ്യേഷ്ഠാവകാശം കൊടുത്ത് ആ പായസം മേടിച്ച് കുടിക്കുന്നതല്ലേ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഒരു ഊണിന് വേണ്ടി ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞ അസന്മാർഗി, സന്മാർഗത്തിലാണെങ്കിൽ പട്ടിണി കിടന്ന് മരിച്ചാലും പൗലോസ് അപ്പോസ്തലനൊക്കെ പറഞ്ഞിട്ടുള്ള യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കാൻ ആർക്ക് കഴിയും? ആപത്ത്, നഗ്നത, പട്ടിണി, വാള്, ഈ പറഞ്ഞതൊക്കെ പോലെ
പട്ടിണി വന്നാലും ഈ ദൈവത്തിൻ്റെ അധികാരത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് മാറ്റാൻ കഴിയില്ല എന്ന് വിചാരിക്കുമായിരുന്നു. അതുകൊണ്ട് ഇവിടെ പ്രിയമുള്ളവരെ, ഏസാവ് പറഞ്ഞു, എനിക്കെന്ത് കാര്യം, ഞാൻ വിശന്ന് ചാകാറായി, കടിഞ്ഞൂൽ അവകാശം കൊണ്ട് എനിക്കിനി എന്ത് പ്രയോജനം. യാക്കോബ് പറഞ്ഞു, ആദ്യം എന്നോട് ശപഥം ചെയ്യുക. ഏസാവ് ശപഥം ചെയ്തു. തൻ്റെ കടിഞ്ഞൂൽ അവകാശം യാക്കോബിന് വിട്ടുകൊടുത്തു. യാക്കോബ് അവന് അപ്പവും പയറ് പായസവും കൊടുത്തു. തീറ്റയും കുടിയും കഴിഞ്ഞ് അവൻ എഴുന്നേറ്റ് പോയി. അങ്ങനെ ഏസാവ് തൻ്റെ കടിഞ്ഞൂൽ അവകാശം നിസ്സാരമായി കരുതി. നിസ്സാരമായി കരുതി. ഇതിൻ്റെ ബാക്കി ഭാഗത്തേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല, സമയത്തിൻ്റെ കുറവുണ്ട്. പ്രിയമുള്ളവരെ, കടിഞ്ഞൂൽ അവകാശം നിസ്സാരമായി കരുതി. കാരണം കടിഞ്ഞൂൽ അവകാശത്തെക്കുറിച്ചുള്ള ബോധമില്ല. ഇവിടെ ഏസാവ് കടിഞ്ഞൂൽ അവകാശം നിസ്സാരമായി കരുതി എന്നുള്ളത് ശരിയാണെങ്കിലും ഇതൊരു നിയമത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ പ്രവചനത്തിൻ്റെ ഭാഗമായിട്ടുള്ളതായതുകൊണ്ട് ഏസാവിനും രക്ഷയുണ്ട്. എന്താ കാരണം? യേശു പാതാളത്തിലിറങ്ങി ആദാം മുതൽ യേശു ഇറങ്ങിയ ദിവസം വരെയുള്ള അന്ന് വരെയുള്ളവരോട് മാനസാന്തരം പറഞ്ഞു, സുവിശേഷം പറഞ്ഞു. അപ്പോൾ യേശു ക്രിസ്തുവിലൂടെ സകല ജാതികൾക്കും, സകല വംശങ്ങൾക്കും, സകല ഗോത്രങ്ങൾക്കും, സകല ജനതകൾക്കും പുത്ര അവകാശം കിട്ടി. പുത്രാവകാശം ആദ്യജാതനായ യേശു ക്രിസ്തുവാണ്, ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ പുത്രൻ, കടിഞ്ഞൂൽ. ആ കടിഞ്ഞൂൽ പുത്രനായ യേശുവിലൂടെ നാം എല്ലാവരും ദൈവത്തെ അനുസരിക്കുമ്പോൾ നാമും ആ പുത്രസ്ഥാനത്തിന് അർഹരായിത്തീരുന്നു. അപ്പോൾ ഇവിടെ ഏശാവിനെക്കുറിച്ചോ യാക്കോബിനെക്കുറിച്ചോ ഇവിടെ പ്രതിവാദന വിഷയമാകേണ്ട ആവശ്യമില്ല. ശരിക്കും മാനുഷിക ചിന്തയിൽ വെച്ചിട്ട് ആര് ശരി ആര് തെറ്റെന്ന് വിധിക്കേണ്ട ആവശ്യമില്ല. ആ വിധികളൊക്കെ വരുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയായിരിക്കും ചോദ്യം ചെയ്യപ്പെടുന്നത്. ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, വിശുദ്ധ സ്ത്രീകളെ വെച്ചിട്ട് ലോകത്തിൻ്റെ മോഹങ്ങളിൽപ്പെട്ടു പോകുന്ന മാതാപിതാക്കന്മാരുടെ സ്വഭാവം കണക്കൂട്ടിയിട്ട് താരതമ്യം ചെയ്യരുത്. അവർക്ക് ദൈവികമായ വെളിപ്പാടുള്ളവരായിരുന്നു, ദൈവികമായിട്ടുള്ള കൃപ കിട്ടിയവരായിരുന്നു. അതനുസരിച്ച് അവർ പ്രവർത്തിക്കും. എന്നാൽ നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം നമ്മൾ വീണ്ടും വായിക്കുമ്പോൾ ഈ അനുഗ്രഹങ്ങളൊക്കെ മേടിച്ചു ഏസാവ് അനുഗ്രഹത്തിനായിട്ട് വന്നു കഴിയുമ്പോൾ 27-ാം അധ്യായത്തിൻ്റെ 30 മുതൽ 40 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഏസാവ് അനുഗ്രഹത്തിനായിട്ട് വരുന്നുണ്ട്. യാക്കോബ് അനുഗ്രഹം മേടിച്ചു അപ്പൻ്റെ കയ്യിൽ നിന്ന്. പിന്നെ യാക്കോബ് വരുന്നുണ്ട്, ഏസാവ് വരുന്നുണ്ട്. അപ്പോൾ മുൻപേ അനുഗ്രഹിച്ചു പോയി എന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, ഈ സമയത്ത് ഏസാവ് കരയും നിലവിളിക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പനോട് ചോദിക്കുന്നു, അപ്പ നിൻ്റെ കയ്യിൽ ഒരനുഗ്രഹമേ ഉള്ളോ? അപ്പോൾ അപ്പൻ ഏസാവിനെയും രണ്ടാമത് അനുഗ്രഹിക്കുന്നുണ്ട്. അനുഗ്രഹിക്കുന്ന ദൈവം മുമ്പ് പറഞ്ഞതുപോലുള്ള വാക്കുകൾ തന്നെയാണ്. ആ കൂട്ടത്തിൽ ഏസാവിനോട് അപ്പൻ പറയുന്നുണ്ട്, നീ നിൻ്റെ സഹോദരൻ്റെ ദാസനായിരിക്കും. എന്ന് നീ ആ നുകം തകർക്കുന്നുവോ അന്ന് നീ സ്വതന്ത്രനായിരിക്കും. ഈ ദാസ്യസ്ഥാനം, ആ നുകം ദൈവം തന്നെ ഒടിച്ചു കളഞ്ഞു എന്ന് നമുക്ക് യാക്കോബ് തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് വരുമ്പോൾ യാബോക്ക് കടവങ്ങ് വെച്ച് ദൈവവുമായിട്ടുള്ള മൽപ്പിടുത്തത്തിൽ യാക്കോബ് ദൈവത്തെ കാണുകയും നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറയുകയും കൊല്ലാൻ അന്വേഷിക്കുന്ന ഏശാവിനെ പേടിച്ച് യാബോക്ക് കടവിൻ്റെ അടുത്തിരിക്കുമ്പോൾ ദൈവം കൊടുത്ത ധൈര്യത്തിലും ദൈവം കൊടുത്ത അനുഗ്രഹത്താലും യാബോക്ക് കടവ് അക്കരെ കടന്ന് ഏശാവിനെ നേരിട്ട് കാണുമ്പോൾ 7 പ്രാവശ്യം നിലം മുട്ടെ താണു വണങ്ങിയെന്നാണ് പറയുന്നു ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. 32-ാമത്തെ അധ്യായത്തിൽ, ഉൽപ്പത്തി 32.
33 അധ്യായം വായിക്കുമ്പോൾ മനസ്സിലാവും. 7 വട്ടം യജമാനനെ എന്നാണ് വിളിക്കുന്നത്. പാരിതോഷികങ്ങൾ ധാരാളം മുൻപേ കൊടുത്തുവിട്ടു. ഏസാവിനെ യാക്കോബ് യജമാനെന്ന് വിളിക്കുന്നു, സ്വയം അടിയനെന്ന് പരിചയപ്പെടുത്തുന്നു. പ്രിയമുള്ളവർ, ഇതെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ആർക്കും ചോദ്യം ചെയ്യാനായിട്ട് അവകാശമില്ല. ഇന്ന് ദൈവം നമുക്ക് തിന്മയായിരുന്നു തോന്നുന്നത് നാളെ ദൈവം അത് നന്മയാക്കി മാറ്റും. ദൈവത്തിന് മാത്രമേ അതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവും പൂർണ്ണമായ പദ്ധതിയുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആരെയും കുറ്റപ്പെടുത്തിയോ ആരെയും ആക്ഷേപിച്ചോ ആരെയും ചെറുതാക്കിയോ ആരെയും വലുതാക്കിയോ സംസാരിക്കാൻ ഇടവരരുത്. പ്രത്യേകിച്ച് ഇന്ന് ഈ കാലഘട്ടത്തിൽ ഒത്തിരി സുവിശേഷ പ്രഘോഷകരും ഒത്തിരി സഭാവിഭാഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു സഭയെയും ആക്ഷേപിച്ചോ കളിയാക്കിയോ കുറ്റപ്പെടുത്തിയോ സംസാരിക്കാൻ നമ്മൾ തുനിയരുത്, അതിന് മുതിരരുത്. കാരണം ദൈവം തൻ്റെ പുത്രൻ വഴി ആരെയൊക്കെ എവിടെയാണ് വിളിച്ചിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ പ്രിയമുള്ളവരെ. ഏലിയ പറഞ്ഞു, പ്രവാചകന്മാരിൽ ഇനി ആരുമില്ല, ഞാൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. ബാലിന് മുട്ടുകുത്താത്ത ഒരേ ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും വലിയവനല്ല ഞാൻ. ആ ആഹാബിൻ്റെ കൈ കൊണ്ട് മരിക്കുന്നതിനേക്കാൾ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളാൻ ദൈവത്തിനോട് പറയുമ്പോൾ ദൈവം പറയുന്നത്, ബാലിന് മുട്ട കുത്താത്ത ആയിരക്കണക്കിന് പ്രവാചകന്മാരെ ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആയിരക്കണക്കിന് പ്രവാചകന്മാരെ മാറ്റി നിർത്തിയിട്ടുണ്ട്, നീ മാത്രമല്ല. അതുപോലെ പത്രോസിന് ദൈവം യേശുക്രിസ്തു സ്വർഗത്തിൻ്റെ അധികാരം കൊടുക്കുമ്പോൾ യോഹന്നാൻ അതുവഴി വന്നപ്പോൾ പത്രോസ് ചോദിച്ചു, ഇവൻ്റെ കാര്യം എന്താകും? യേശു പറഞ്ഞു, അവൻ ഞാൻ വരുന്നവരെ ജീവിച്ചിരിക്കണോ എന്ന് തീരുമാനിക്കണത് നീയല്ല, അതെൻ്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തി എന്തായി തീരുമെന്നോ മറ്റൊരു വ്യക്തിയുടെ പോക്ക് ശരിയാണോ ഇല്ലയോ എന്നോ ഒരു സഭ മറ്റൊരു സഭയേക്കാൾ ശ്രേഷ്ഠമാണെന്നോ മോശമാണെന്നോ ഒന്നും ന്യായം വിധിക്കാനുള്ള അവകാശവും അധികാരവും ഇവിടെ ഇല്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഇതെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. മറിച്ച് അവനവനെ ആക്കി വച്ചിരിക്കുന്ന സഭയിലും അവനവനെ ആക്കി വച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിലും അവനവനെ ആക്കി വച്ചിരിക്കുന്ന ശുശ്രൂഷകളിലും അവൻ തീക്ഷ്ണതയോടെ ആ കൂട്ടായ്മയെ ആ സഭയെ സ്നേഹിച്ചുകൊണ്ട് അവൻ്റെ കുടുംബത്തെ സ്നേഹിച്ചുകൊണ്ട് അവൻ്റെ ഉത്തരവാദിത്തത്തെ സ്നേഹിച്ചുകൊണ്ട് അവൻ ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷയെ സ്നേഹിച്ചുകൊണ്ട് അവൻ ദൈവത്തോളം വളരേണ്ടിയിരിക്കുന്നു, ദൈവിക ശുശ്രൂഷയിൽ വളരേണ്ടിയിരിക്കുന്നു. അത് ഊണും തീനും അല്ല, അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രമല്ല ദൈവരാജ്യം. ദൈവരാജ്യം എന്നാൽ ഭക്ഷണമോ പാനീയമോ അല്ല, പ്രസ്തുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള ആനന്ദവുമാണ്. അതുകൊണ്ട് ഇന്നത്തെ ചിന്ത ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ ഓർക്കുക, ദൈവം തിരഞ്ഞെടുത്തത് യാക്കോബിനെയാണ്. യാക്കോബ് ശാന്തനായിരുന്നു. അവൻ്റെ അമ്മാവനായ ലാബാൻ അവനെ ഒരുപാട് പീഡിപ്പിച്ചു. എങ്ങനെ? തൊഴിൽ ചെയ്യിപ്പിച്ച് ഒരു കൂലിയും കൊടുത്തില്ല. അവന് 10 വയസ്സ് സമ്പാദ്യമുണ്ടായത് എപ്പോഴാണെന്നറിയാമോ? സ്വന്തം കഴിവിലും പിടിക്കലൊന്നുമല്ല. ദൈവം ഒരു ദിവസം അവന് ദർശനത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നീ നിൻ്റെ അമ്മാവനുമായിട്ട് കരാറുണ്ടാക്കുക, ആടുകളെ വേർതിരിക്കുക. ഇന്നുള്ള കരാറിൽ പുള്ളിയും പ്രാവുള്ള ആട് എൻ്റേതും പുള്ളിയും പ്രാവില്ലാത്ത ആട് നിൻ്റേതും എന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കൊടുത്ത് പിന്നെ ഒരു കമ്പ് നാട്ടി, ഒരു വൃക്ഷത്തിൻ്റെ കമ്പ് വെട്ടിയെടുത്തിട്ട് അതിൻ്റെ ചില ഭാഗം തൊലി ചെത്തിക്കളയുക, ചില ഭാഗം തൊലി നിർത്തുക. എന്നിട്ട് ആടുമാടുകൾ വെള്ളം കുടിക്കാൻ വരുന്ന തൊട്ടിക്കരികെ കിണറ്റിനരികെ അത് നാട്ടുക. ഈ പുള്ളിയും പ്രാവും പോലെയുള്ള ഈ ചെത്തിക്കളഞ്ഞ കമ്പ് കണ്ട് ആടുകൾ ഇണചേരുമ്പോൾ പുള്ളിയും പ്രാവുള്ള ആടുകളുണ്ടാകും.
അത് നിൻ്റേതായിരിക്കുന്നു. ദൈവം പറഞ്ഞു കൊടുത്ത ബുദ്ധിയിലാണ് പ്രിയമുള്ളവരെ യാക്കോബിന് ധനമുണ്ടായത്. അവൻ ശാന്തനായിരുന്നു. അവൻ ആരെ എതിർക്കുന്നവനോ വില്ലാളി വീരനോ ബഹളം ഉണ്ടാക്കുന്നോ ഒന്നും ആയിരുന്നില്ല. അവിടെ അവൻ ഉപായിയായിരുന്നു, അപ്പുറയായിരുന്നു ഇപ്പുറയായിരുന്നൊക്കെ ഏശാവ് പറയും. ഏശാവിൻ്റെ അപ്പനും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും, ഉപായത്താൽ എന്നെ മേടിച്ചെന്നു. ഉപായം എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മളിനി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ നടത്തുന്ന വക്രബുദ്ധിയുടെ ഉപായമാണോ എന്നൊന്നൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ പറയുന്ന വാക്കാണോ അന്ന് മൂലാർത്ഥത്തിൽ എഴുതിയിരിക്കണമെന്നൊക്കെ അന്വേഷിച്ച് കണ്ടെത്തണം. ഞാൻ സമയത്തിൻ്റെ ആധിക്യം കൊണ്ട് നിർത്തുകയാണ്. അവസരമുള്ളപ്പോൾ കൂടുതൽ സംസാരിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രിയമുള്ളവരെ ഈ സമയത്ത് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ, ദൈവിക ശക്തിയിൽ നമ്മൾ കൂടുതലായി വളരുവാൻ ആഗ്രഹിക്കാം. പ്രിയമുള്ളവരെ, നാളെ മുതൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പെന്തക്കോസ്തയുടെ ഒരുക്ക ശുശ്രൂഷ ധ്യാനിച്ചതുപോലെ നാളെ മുതൽ ഒരു തുടർ പാർട്ട് 1 പാർട്ട് 2 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വചന ശുശ്രൂഷയുടെ ഭാഗം നിങ്ങൾക്ക് കേൾക്കാനിടയാകും. വചനത്തിൻ്റെ ശക്തി, വചനത്തിൻ്റെ വചനം വെച്ച് പ്രാർത്ഥിക്കുമ്പോഴുണ്ടാകുന്ന അനുഗ്രഹങ്ങൾ ഈ വിഷയത്തേക്ക് ആസ്പദമാക്കി ഒരു വചന ശുശ്രൂഷ നടത്തിയിട്ടുണ്ട്. നാളെ മുതൽ പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഈ ചാനലിനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ ചാനൽ നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും തെറ്റായാലും ശരിയായാലും ആക്ഷേപമായാലും പുകഴ്ചയായാലും എന്തായാലും നിങ്ങൾ അറിയിക്കണം. ഞങ്ങൾക്ക് തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തേണ്ട ആവശ്യമുണ്ടല്ലോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആഗ്രഹിച്ചുകൊണ്ട് ഈ ചാനലിനെ നിങ്ങൾ സ്നേഹിച്ച് ഈ ശുശ്രൂഷയെ വളർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നു. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും ദൈവം നമ്മളെ സമാധാനത്തിൽ നയിക്കട്ടെ. ഒരു മനുഷ്യനെയും അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ ഒരു മനുഷ്യനെ നീചനെന്നോ നികൃഷ്ടനെന്നോ വിളിക്കരുതെന്ന് സ്വർഗത്തിലെ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നു എന്ന് പത്രോസ് പറയുന്നത് പോലെ നമുക്കങ്ങനെ പറയാൻ, ഒരു മനുഷ്യനെ നീചനോ നികൃഷ്ടനെന്നോ വിളിക്കാനിടയാകാതെ എല്ലാവരെയും ദൈവമക്കളായി കണ്ട് സ്വീകരിക്കുവാൻ തക്കവണ്ണം ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു, കൃപയുടെ കേട്ടുത്തരം തരുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ.